ജോസ്ന മിസ്സേ, ഇപ്പൊ ഏതായിരുന്നു പീരീഡ്? ഫസ്റ്റ് ഇയറിന് ഫിസിക്സ്. അല്ല മിസ്സേ, എന്താണ് ഇവിടെ ഇത്രയ്ക്ക് ശാന്തത? ആളില്ല ഇവിടെ? ഓ, ഇപ്പൊ വരും. ആളുടെ പിന്നെ കാണില്ല. രാവിലെ നിങ്ങൾ നേരത്തെ വരണായിരുന്നു. എന്തൊക്കെ കേട്ടതാ ഞങ്ങള്. മിസ്സേ, മെല്ലെ പറ, ദാ വരുന്നു. മിസ്സിന് ഏതായിരുന്നു ഇപ്പൊ പീരീഡ്? ഫസ്റ്റ് ഇയർ സോളജി. ആഹാ, പെണ്ണ് കാണലാന്നൊക്കെ കേട്ട്. ഏ, എവിടുന്നാ ആലോചന വന്നിട്ടുള്ളേ? മിസ്സിന് ഇപ്പൊ എന്തൊക്കെ അറിയണം? ചെറുക്കൻ കെട്ടാൻ പോകുന്ന എന്നല്ലേ? അപ്പൊ ഒന്ന് കൊമ്പത്ത് ജോലിയുള്ള ആള് തന്നെ ആയിരിക്കും. എന്തായാലും എന്നെ കല്യാണം ആലോചിക്കണേല് അവരുടെ അബ്രോഡ് ബിസിനസ്മാൻ ആയിരിക്കും, അല്ലേ ഡോക്ടർ. ഇപ്പൊ മിസ്സിന് ഏകദേശം മനസ്സിലായി കാണല്ലോ എന്റെ റേഞ്ച്. ഈ ഡേർട്ടി ആയിട്ടുള്ള ബാഡ് കോളേജിൽ പോവാൻ എനിക്ക് അത്ര ടൈം ഒന്നും വേണ്ട. അപ്പൊ എല്ലാരും കേട്ടല്ലോ, എന്നാ ഞാൻ പോട്ടെ. എന്തിന്റെ കേടായിരുന്നു ജോസ് മിസ്സേ? ആ സാധനത്തിന്റെ സ്വഭാവം നമുക്ക് അറിയുന്നതല്ലേ. ഇത്രയും കാലം അച്ഛന്റെ സ്വത്തുക്കളിലും ഈ പ്രായം ജോലി കിട്ടിയില്ലായിരുന്നു അഹങ്കാരം. ഇനിയിപ്പോ ഇതുകൂടെ സഹിക്കണമല്ലോ. എന്നതായാലും അവൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ബിസിനസ്മാൻ തന്നെ ആയിരിക്കും ചെറുക്കൻ. അല്ല, ആഗ്രഹിക്കുന്നതിലെന്താ ഇത്ര തെറ്റുള്ളേ? മിസ്സിന്റെ അച്ഛനൊരു പൊന്നു കഴിക്കുന്ന മരമല്ലേ? അതെ, അതുകൊണ്ട് ക്യാഷിന്റെ അഹങ്കാരം മിസ്സിന് നമ്മളോട് കാണിക്കാം. എന്നതാണേലും ആ UK-കാരന്റെ തലവിധി. ഹരിയേട്ടാ, അവന്മാര് വന്നിട്ടുണ്ട്. 4 2-3 സപ്ലി വീതം. ഇന്ന് അവന്മാരുടെ കാര്യത്തിൽ അവനൊരു തീരുമാനം ഉണ്ടാക്കും. നിങ്ങള് വാ. ആഹാ, അതാ അവന്മാര് പുറത്തുണ്ട്. അത് ശരി, ഇത് ആരൊക്കെയാ? ഹരിയേട്ടാ, അങ്ങേര് വരുമ്പോഴേക്ക് എന്തേലും പറഞ്ഞ് സെറ്റാക്കിത്താ. മക്കളെ, അവൻ ക്യാഷ് ഇറക്കി നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ സപ്ലി ഉണ്ടാക്കുന്നതില് ഞാൻ ഇടപെടുന്നത് മോശമല്ലേ? ഹരിയേട്ടാ, പ്ലീസ് പ്ലീസ്, നിങ്ങൾ പറഞ്ഞ അങ്ങേര് കേൾക്കും. ഈ കേസിൽ ഞാൻ പറഞ്ഞാലെന്നല്ല, ദൈവം നമ്പരാ വന്ന് പറഞ്ഞാൽ അവൻ കേക്കില്ല. ഹരിയേട്ടാ പ്ലീസ്, ഞങ്ങളെ കൈ വിടല്ലേ. കൈ മാത്രം പിടിച്ചാ മതിയോ, അതോ കാലുകൂടെ പിടിക്കണോ? ജീവേട്ടൻ, ആഹാ, സഖാവ് ലാൻഡ് ആയോ? ജീവേട്ടാ, എത്ര സപ്ലി ഉണ്ടോ നിനക്കൊക്കെ? 2 എനിക്ക് 3. അത് കുഴപ്പമില്ല, ഇംഗ്ലീഷാ. അതുകൊണ്ടായിരിക്കും തോറ്റു തുന്നം പാടിയെ. നിനക്കത്ര ഉണ്ട്? എനിക്കൊന്ന്. ഹരി, എന്തോ തൊഴുത്തിലെത്ര എരുമ എത്തി? സമയം 5 ഉള്ളൂ. അമ്മ പശുക്കളെയും എരുമകളെയും കൊണ്ട് വരാൻ പോയതേ ഉള്ളൂ. നാളെ തൊട്ട് അമ്മേനോട് റെസ്റ്റ് എടുക്കാൻ പറ. അതെന്തേ? പശുക്കളുടെ മെനു ഇനി ഇവന്മാര് നോക്കട്ടെ. രാവിലെ പാല് കറക്കൽ മുതൽ കുളിപ്പിക്കുന്നത് വരെ ഇനി ഇവന്മാര് ചെയ്യട്ടെ. പശു എരുമ എല്ലാം കൂടെ ഒരു 10-12 കാണും. കറവുള്ളത് ഏഴെണ്ണം. ജീവേട്ടാ, എന്തേ? അത് ഞങ്ങള് അകിട് പാല് നാളെ കാലത്തെ ഹരിയുടെ വീട്ടിലെത്തിക്കോണം. ഇല്ലെങ്കിൽ ശരിയേട്ടാ. ഹരി, നീ വാ, ഒരു ചായ അടിക്കാം. ഓ, അമ്മ വിളിച്ചായിരുന്നു നിന്നെ, റബ്ബർ പോയി കാണണമെന്ന്. എവിടെ? ആ ഹോസ്പിറ്റലിന്റെ പുറകിലൂടെയുള്ള വഴിയില്ലേ, അതിലൂടെ പോകണമെന്ന്. നിന്റെ അമ്മച്ചി അല്ലല്ലോ, എന്നെ വെറുതെ നിർത്തൂലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. തള്ളക്ക് എന്നെക്കാ സ്നേഹം നിന്നോടോ? നിന്റെ തള്ള ഉള്ളോണ്ട് ഞാൻ ജയിച്ചു പോണ്. അളിയൻ എന്തൊക്കെയായി പറയുന്നേ? തേജു ഇതിനെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? സമ്മതിക്കണം, അല്ലെങ്കിലും അവളുടെ സമ്മതത്തിന് ആവശ്യമില്ല. അവളുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് എന്തിനാ അളിയാ? അവളുടെ സ്വഭാവം അറിഞ്ഞത് കൊണ്ട് തന്നെയാ ഞാനിത് തീരുമാനിച്ചത്. എല്ലാരും കൂടെ വളർത്തി അങ്ങ് വഷളാക്കി വെച്ചേക്കുമല്ലേ. എന്തൊക്കെ വന്നാൽ ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. എന്താ രജനി? എന്താ രജനി, നീ കാര്യം പറ. ഭഗവാനെ, അളിയ വന്നേ. രേണു ചേച്ചി, എന്താ പറ്റിയത്? ഞാൻ തള്ളിയിട്ടതോ? തേജു എന്റെ ക്ലീൻ ആക്കി കിടക്കുന്ന റൂമിൽ കയറി ചെളിയാക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തേജസ്വി, നീ നിന്റെ ലിമിറ്റ് കടക്കുന്നു. എന്റെ നേരെ കൈ ചൂടാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? I'm a mature person with a standard job. തേജു, നീ ആരോട് സംസാരിക്കുന്നേ? മമ്മ കിടന്ന് അലറണ്ട. ഇറ്റ്സ് മൈ ഡാഡ്, ഐ നോ.
പിന്നെ ഇമാതിരി ഡേറ്റി പീപ്പിൾസിനൊന്നും എനിക്കിഷ്ടമല്ല. എന്റെ റൂമിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്. പട്ടിപ്പണി എടുക്കാൻ വന്നവര് ഇവിടെ പട്ടിപ്പണി എടുത്താ മതി. തേജു, നിന്നെ കുഞ്ഞായിരിക്കുമ്പോ എടുത്ത് വളർത്തിയതാടി രേണു ചേച്ചി. ഹലോ ഗായ്സ്, നിങ്ങൾ എവിടെയാ? ഓ ഗായ്സ്, എനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. ഓക്കേ. വാ ചേച്ചി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. തേജു കുഞ്ഞിനൊന്നും പറയല്ലേ മക്കളെ, അതവളുടെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നുന്നതായിരിക്കും. രേണു ചേച്ചി, നിങ്ങൾ അവക്ക് വളം വെച്ച് കൊടുക്കണ്ട. ഞാൻ അവളുടെ അലക്കാനുള്ളത് എടുക്കാൻ വേണ്ടി മുറി കയറിയതാ. താഴെ നിലം തുടച്ച് കയറിയത് കൊണ്ട് കാലിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പൊടിയും. അതായി അവിടെ പുഴപ്പോഴേക്കും തേജക്കുഞ്ഞ് അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ കാലിലുണ്ടായിരുന്നതെല്ലാം അവളുടെ റൂമിലായി. അതാ പിന്നെ അവള് വന്ന വഴി മറന്നു. അവക്ക് എല്ലാം ഉണ്ട് എന്ന അഹങ്കാരമാണ്. അവൾക്ക് പകരം ഞാൻ ചേച്ചിയോട് മാപ്പ് ചോദിക്കുന്നു. മുകുന്ദ, എന്താ മോനെ ഇത്? അവളെ എങ്ങനെ വളർത്തിയതാ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അവളെ പറ്റി ഇപ്പൊ എത്ര പേരെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നേ. ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ, എല്ലാം നമ്മുടെ തെറ്റാ. വളർത്തി തലയിലേറ്റിയത് നമ്മുടെ തെറ്റാ. നമ്മൾ തന്നെ അവളെ VIP ആക്കി വളർത്തിയേ. അത് കാരണം മുഴുത്ത അഹങ്കാരിയായി മാറി അവള്. നാളത്തെ കാര്യം ആലോചിച്ചിട്ട് എനിക്കെന്നെ ടെൻഷൻ ആവുന്ന ഏട്ടാ. ഹളിയം പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവളുടെ സ്വഭാവം മാറാൻ ഇത് തന്നെയുള്ളൂ ലച്ചു ഒരു വഴി. ഞാനെന്നാ ഇറങ്ങുവാളിയാ, രാത്രി വരാം, ബാക്കി അപ്പ ചർച്ച ചെയ്യാം. നീ ഇവിടെ നടന്നതൊന്നും അമ്മയോട് പറയണ്ട. പാവം, അവളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് നല്ല ടെൻഷനാണ്. ശരി ലച്ചു. ഹോ, സഖാവ് ഇവിടെ ഇരിക്കുകയാണോ? ഷേ, എന്റെ മോളിത് എന്ത് പറ്റി? സോ തേജ, നീ നിന്റെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പോവാ. നീ ചെറുക്കനെ കണ്ടോ തേജ? ഹേയ് ഇല്ലടി, പപ്പയുടെ സെലക്ഷൻ ആവും. പപ്പയ്ക്കറിയാം എന്റെ ഇഷ്ടങ്ങള്. നീ നിന്റെ പാരന്റ്സിനെ വരച്ച വരെ നിർത്തിയേക്കുമല്ലേ ഗേൾ. അതിനും വേണം ഒരു കഴിവ്. ഈ തേജസ്വി മുകുന്ദൻ ആരാണെന്ന് നിങ്ങൾ ഇനി കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. ഓ, അതിനി എന്ത് കാണാനിരിക്കുന്നു. ഇങ്ങനൊരു അഹങ്കാരി. തേജു, നാളെ എന്താ നിന്റെ പ്ലാൻ? കമോൺ ഗൈസ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവൾ അറിയാൻ പാടില്ല. രജനി, അവൾ എവിടെ? അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഇല്ലേ, അവൾമാരുടെ കൂടെ ഉണ്ട്. എന്നിട്ട് അളിയാ ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചോ? അളിയാ, ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കാൻ മാത്രം ഒന്നുമില്ല. അതെന്തേ? ആളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ പഴയ മാഷിന്റെ പേരമകൻ. ഇത് ഞാനും മാഷുമായി സംസാരിച്ച് ഉറപ്പിച്ച് ചെറുക്കന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഹോ, അപ്പൊ കാര്യങ്ങൾ ഏകദേശം സിമ്പിള് അല്ലേ? സ്വപ്നത്തീ മാത്രം. അതെന്താ അളിയാ? മോനെ അളിയാ, ആ ചെറുക്കൻ ചില്ലറക്കാരനല്ല. കേരളത്തിൽ തന്നെയുള്ള 10-15 അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതിന്റെ ഒരേ ഓണർ. നിങ്ങൾ ഈ മെറ്റാ ഗ്ലോബൽസ് എന്ന കെമിക്കൽ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിന്റെ CEO. അതായത് നിങ്ങൾ പറഞ്ഞ പുള്ളി? രജനി, ഞാൻ പറഞ്ഞ ഫുള്ളാക്കട്ടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷം ഒരു മർഡർ കേസിൽ വാദി പ്രതിയായത്, വാദിയെ പ്രതിയാക്കിയത്? മീൻസ് അവനൊരു അഡ്വക്കേറ്റ് ആണോ? യെസ്, ഹി ഈസ് ആൻ അഡ്വക്കേറ്റ്. പക്ഷേ ഇപ്പൊ ആളെ പൊസിഷനിൽ ഇല്ലാന്നാ കേട്ടെ. എന്തായാലും അളിയാ, കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. ബാക്കി പറ. വയനാട്ടിലെ 10-600 ഏക്കറിലുള്ള തേയിലത്തോട്ടത്തിന്റെയും കാപ്പിത്തോട്ടത്തിന്റെയും അതേപോലെ ഈ ഏലത്തോട്ടത്തിന്റെയും ഒരേ ഒരു അവകാശി. പുറമെ കോഴിക്കോടും കണ്ണൂരുമായിട്ട് ഏക്കറക്കണക്കിന് നെൽകൃഷിയും റബ്ബറും ഒട്ടനവധി വയൽപ്പാടങ്ങളും ഉള്ള ഒരാൾ. സഖാവ് ജീവർഷ് ആര്യൻ സിംഹ. ഞാൻ മുന്നേ ഇത്രയും ഡയലോഗ് അടിച്ചിട്ടും ഒരു മുഴുത്ത കോടീശ്വരനെ തന്നെ എന്നാത്തിനാ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്നത് എന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്? എന്റെ മോളുടെ ആഗ്രഹത്തെ കുറച്ചെങ്കിലും ഞാൻ മാനിച്ചില്ലെങ്കിൽ അവൾ ഇത്രയും നാള് വളർത്തിയതിൽ കാര്യമില്ലാതായി പോയില്ലേ? ജീവർഷ് ആര്യൻ സിംഹ ഇരുമ്പ് കരിമ്പാക്കുന്ന ഐറ്റാണോ മക്കളെ? അല്ല, ഇത്രയും വലിയ ആളായിട്ടും അവനെന്താ ഇപ്പോഴും കല്യാണം കഴിക്കാത്തെ? കെട്ടാതിരിക്കും ബാലകളാണെന്ന് സഖാവ്. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? കാരണം അത് ഉറപ്പിച്ച വട്ട. നീ ഇങ്ങനെ മുഖം ചുളുക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എത്ര കല്യാണങ്ങൾ മുമ്പ് വന്നതാ. അവനതൊന്നും പറ്റില്ല.
പോരാതിന് ഇപ്പൊ വന്ന കൂട്ടർ അപ്പാപ്പന്റെ അറിയുന്ന ഏതോ ടീംസാ. അതുകൊണ്ട് കൊടുത്ത വാക്കിൽ മാറ്റം പറയാനും പറ്റില്ല. എന്നാ കുറച്ചാലും ഞാൻ വിചാരിക്കാതെ ഈ കല്യാണം നടക്കില്ല. സോ മൈ ഡിയർ മമ്മി, ഡോൺ വറി. മോനെ, ബൈ മമ്മി, ഗുഡ് നൈറ്റ്. എന്റെ ഭഗവാനെ, നാളെ ഇനി എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി തീർക്കുമോ എന്തോ. ഹരിമോൻ ഒന്ന് വിളിച്ച് കാര്യം പറയാം. ഈ ചെറുക്കനൊന്നും പറഞ്ഞു കാണൂല. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. എന്റെ മോൾക്ക് അവൾ ആഗ്രഹിച്ചതും കിട്ടും, എനിക്ക് ഞാൻ ആഗ്രഹിച്ചതും കിട്ടും. എന്നാലും ഏട്ടാ, ഒരു കർഷക ഫാമിലിയിലോട്ടൊക്കെ അവള് സമ്മതിക്കോ? അതിന് അവളുടെ സമ്മതം ആര് നോക്കുന്നത്? അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അവളെങ്ങനെ ആക്കിയത് നമ്മളൊക്കെ തന്നെ. ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ രണ്ടുപേരും. ഈ നാട്ടിൽ ആർക്കെങ്കിലും അവളെ ഇഷ്ടമാണോ? പോട്ടെ, അവള് ടീനേജ് മുതൽ അവളെ കുറിച്ച് നല്ലത് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആ ചെറുക്കനെ അറിയാത്തവർ ഈ നാട്ടിൽ കുറവാ. അവളുടെ VIP സമയമൊന്നും അവിടെ പറ്റില്ല. അവൾ ആഗ്രഹിച്ച പോലെ ഒന്നാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ അവക്ക് നമ്മളൊന്നും കണ്ണീര് നേരെ പിടിക്കാതെയാവും. ഇപ്പൊ ഞാൻ നല്ലതുപോലെ ഖേദിക്കുന്നുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു വളർത്തിയത് ഞാൻ തന്നെയാ. ലച്ചു, നീ സ്വയം കുറ്റപ്പെടുത്തണ്ട. എല്ലാവരും ഇതിന് ഉത്തരവാദികളാ. ഡാ, നീ എന്തായാലും പെണ്ണ് കാണ്. ഒന്ന് കണ്ടു നോക്ക്, ചെലപ്പെങ്ങാണ്ട് മനസ്സ് മാറിയാലോ. നീ എന്താണൊന്നും പറയാത്തെ? പല്ല് തേക്കുമ്പോ തന്റെ എന്നാ കൊടുക്കാനാ? അല്ല, നിന്റെ തീരുമാനത്തിനൊരു മാറ്റം ഇല്ലേ? നീ തീരുമാനിച്ചാലില്ലെങ്കിലും അത് നടക്കും. പയ്യെ തേക്ക്, തെറിപ്പിക്കല്ലേ. കുളിക്കാൻ മേലാനിട്ടാ. ദേ, ഈ ബ്രഷ് അങ്ങ് കൊണ്ടുവച്ചേരെ. ആ ഡാ ചെറുക്ക, ഒരു വട്ടങ്ങ് സമ്മതിക്കേ. ഒന്ന് ചെന്ന് കണ്ടു നോക്കേ ലാസ്റ്റായിട്ട്. പത്തിരുപതെണ്ണത്തിന് ഇതുപോലെ കാണാൻ പോയതല്ലേ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിന് നീ ആ കൊച്ചുങ്ങളുടെ മുഖത്തെങ്കിലും നോക്കുവോ? ഒക്കെ പോട്ടെ, അവനോട് പ്രേമിക്കാൻ പറഞ്ഞിട്ട് അവൻ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നു. ആരോട് പറയുന്ന ഞാനിത്? എക്സ്ക്യൂസ് മീ. ഹാ, വന്നല്ലോ അടുത്ത ഐറ്റം. ഇന്നലെ വിളിച്ച് ഉത്തരവിട്ട കാര്യം ഏറ്റില്ലെന്നായിരിക്കും. ഞാനല്ലടാ, നിന്റെ അമ്മച്ചിയുടെ പണിയാ ഇവനെ വിളിച്ച് പറഞ്ഞത്. അല്ലാതെ ഞാൻ എങ്ങനെ ചെയ്യുവോ? ഹരി എന്നല്ല, വേറെ ആര് വന്ന് പറഞ്ഞാലും ഈ ജീവർഷന് മനസ്സോർക്കാതെ എന്റെ ലൈഫിലോട് എടുത്തേ വലിച്ചിടാന്ന് നിങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. തോർത്തെവിടെ തന്നത്? എന്റെ റൂമി വാതിലിന്റെ മുകളില്. എന്റെ പൊന്നു പപ്പേ, ഇന്നലെ കർത്താവ് വിളിച്ചിട്ട് ലെവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറഞ്ഞതാ. നട്ടപ്പാതിരാത്രി പൊളിച്ച തെറി. ആ പാതിരാക്കിന് അവന്റെ ഫ്ലോ അങ്ങ് പോയി. സാരമില്ല, എന്നതായാലും ഈ കെട്ടച്ഛൻ നടത്തും. അവനങ്ങളുടെ 16 നടത്തും. വല്ലവും പറഞ്ഞായിരുന്നോ? ഹേയ്, 16 പൊറോട്ട പൊരിച്ച് വിഴുങ്ങിയാലോന്ന് ചോദിച്ചതാ ഞാൻ. വാ, പൂരിയാ, ചൂട് പോയ രസം ഉണ്ടാവില്ല. വേഗം വാ, കഴിക്കാം. എന്തായി ഏട്ടാ, അവര് വരുന്നുണ്ടോ? രജനി, ചെറുക്കനിന്ന് വരുന്നില്ലെന്ന്. പക്ഷേ വീട്ടുകാർ വരുന്ന പറഞ്ഞേ. ഏട്ടാ, എനിക്ക് ആകെ ടെൻഷനാവുന്നു. മോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഓർത്തിട്ട്. ഗുഡ് മോർണിംഗ് മമ്മ, പപ്പ. തേജു, നീ മാറ്റി റെഡിയാവ്. അവരെല്ലാം മമ്മ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നറിയോ? ഗേൾസ് ബോയ്സിന് അങ്ങോട്ട് ചെന്ന് കണ്ട് ദെൻ ഗേൾസിന് ഇഷ്ടമായ ഫിക്സ് ചെയ്യുന്നു. എന്റെ ഫ്രണ്ട്സും ഞാനും അവര് കാണാൻ ചെല്ലുന്നു. സോ പപ്പ അവരുടെ പേരും അഡ്രസ്സും ഒന്ന് പറഞ്ഞു തന്നാ മതി. ഓക്കെ ഏട്ടാ? ഇപ്പോഴത്തെ ട്രെൻഡാണോ? എനിക്കറിയില്ല ഏട്ടാ. എന്നതായാലും ഞാൻ അവരെ വിളിച്ച് കാര്യം പറയട്ടെ. അല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യാ? അവരെന്തെങ്കിലും വിചാരിക്കോ? കാർത്തികേ, എടി. എന്താ? പെൺകൊച്ചിന്റെ വീട്ടുകാരെ വിളിച്ചേ. എന്ത് പറഞ്ഞേ? പെൺകൊച്ച് ചെറുക്കാനെ കാണാൻ ഇങ്ങോട്ട് വരുവാന്ന്. മനസ്സിലായില്ല. എന്റെ കാർത്തികേ, ആ കൊച്ച് അവനെ കാണാൻ ഇങ്ങ് വരുവാന്ന്. അതായത് പതിവ് പോലെയല്ല, നമ്മൾ അങ്ങോട്ട് കാണാൻ ചെല്ലുന്നതിന് പകരം അവരിങ്ങോട്ട് വരുമെന്ന്. അവന്റെ പിരിമുറുക്ക് ഇതോടങ്ങ് തീരും. അവനോട് കാർത്തി? പാളയത്ത് ആ നെൽപ്പാടത്തിന്റെ അടുത്തൊരു ജംഗ്ഷൻ ഇല്ലേ, അവിടെ ചാലിനാകെ വേസ്റ്റ് വന്ന് കൂടി നിക്കുവാന്ന്. ആകെ സ്മെല്ലാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അത് നന്നാക്കാൻ പോയേക്കുവാ അവന് ഹരി. ബെസ്റ്റ്. ഇവനെ കൊണ്ട് കോപ്പ് വിളിച്ചാലും എടുക്കില്ല. ഗായ്സ്, ഈ കോസ്റ്റ്യൂം ഭയങ്കര ടൈറ്റാ. അത് കുഴപ്പമില്ല, നീ എപ്പോഴും കോളേജിൽ പോകുമ്പോ സാരി മാത്രം എടുത്തിട്ടാ ചുരിദാർ നിനക്ക് പറ്റാത്തെ.
അല്ല, എങ്ങോട്ടേക്കാ പോകേണ്ടത് നിന്റെ ചെറുക്കനെ കാണാൻ? പപ്പ ലൊക്കേഷൻ അയക്കാന്നാ പറഞ്ഞേ. നമ്മളോട് ടൗൺ വരെ പോയിട്ട് മെസ്സേജ് ഇടാൻ. എന്നാ നമുക്ക് കാർ എടുത്താ പോരെ? ഓക്കെ, നീ പോകാൻ റെഡിയായോ? അതെ, ചെറുക്കന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പപ്പ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എനിക്കൊരു UK കാരനെ തന്നെ കൊണ്ടുവരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾക്കറിയുന്നല്ലേ എന്റെ ഇഷ്ടങ്ങള്. നിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് തുള്ളിയതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ കടന്ന് അനുഭവിക്കണം. എന്ത് പപ്പ, വല്ലതും പറഞ്ഞോ? ഹേയ്, എന്റെ മോള് ചെല്ല്, വൈകിക്കണ്ട. ചെല്ല്. നിന്റെ വേലത്തരം എങ്ങനെ തടയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓഫ്, രാവിലെ ഇങ്ങനെ വെയിലടിച്ചാലോ? മണ്ടയ്ക്ക് മോളി വെയിലെത്തുമ്പോഴേക്കും തീർക്കണോടാ ഹരി. ഈ പഞ്ചായത്ത് പണിക്കാരോട് ബിരിയാണി കഴിക്കാൻ വരുന്നതല്ലോ ആണോ? ഒറ്റ ഒരെണ്ണത്തിന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാറില്ല. എന്ത് ചെയ്യാനാ ജീവ, എല്ലാ എണ്ണം ഫോണിൽ കുത്തിയങ്ങ് ഇരിക്കും. എലക്ഷന്റെ ടൈമിംഗ് ആവട്ടെ, എല്ലാ എണ്ണത്തിന്റെ ഒലിപ്പീര് ഞാനങ്ങ് നിർത്തി കൊടുക്കുന്നുണ്ട്. എടാ മണ്ടന്മാരെ! ഓ, തൊഴിലുറപ്പിന് വന്നതാണോ രണ്ടും? എന്താടി കുരിപ്പേ? അങ്ങനെ വിളിച്ചിട്ട് നീ എന്താണ് ഫോൺ എടുക്കാത്തെ? ബെസ്റ്റ്, അവന്റെ ഫോൺ സൈലന്റാ. സൈലന്റ് ആക്കി വെച്ച് എങ്ങനെ സൈലന്റ് ആവാതിരിക്കും? കോപ്പ്, പോയി ഫോൺ എടുക്കടാ. അങ്കിൾ രണ്ടിനും മാറി മാറി വിളിച്ച്, നിന്റെ എടുക്കാനായിട്ടാ എന്നെ വിളിച്ചേ. നോക്കിട്ട് വരാം. ഓടി ഓടി കുഴങ്ങി. നിനക്ക് സ്കൂട്ടി പിന്നെ എന്നാത്തിന് വാങ്ങിച്ചു വെച്ചേക്കുവാ? ഓ, പെട്രോൾ കഴിഞ്ഞ്. കാലിൽ എന്തൊക്കെയാ കുത്തി തോന്നുന്നു. എന്താ ബ്ലഡ് വരുന്നേ? ഇതെന്താ ഏതാ? വരുന്ന വഴിക്കൊന്നും തന്നെയായിരുന്നേ. എന്റെ വർഷേ അടി മേടിക്കുന്നേ. ഓ പിന്നെ, കുട്ടികളാകുമ്പോ വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും. കുട്ടിയോ? ഏത് കുട്ടി? അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വയറ്റിലുള്ള കൊച്ച്. പോടാ. അവിടെ ഇരിക്കുന്നേ, ഞാൻ മുറിവ് കൂടി അരച്ചിട്ട് വരാം. വേണ്ട വേണ്ട, നീറും. ഓ പിന്നെ, കുഞ്ഞു വച്ചല്ലേ. ഹരി വേണ്ടാട്ടോ. ഒന്ന് പോടി. ഓ ദുഷ്ടൻ, മനഃപൂർവ്വം വേദനിപ്പിക്കാന്നെ. മറ്റേ പൊട്ടന്റെ വിളി കഴിഞ്ഞില്ല എന്തോ. ദാ വരുന്നു. നീ ഇത് നടന്നോണ്ട് ഫ്ലാറ്റ് ആവുന്നോ? ഇതെന്ത് ഇവന്റെ കിളി പറയോ? ജീവ, പക്ഷേ എന്ത് പറ്റിയടാ? അങ്കിൾ എന്തിനാ വിളിച്ചേ? അത് ഇന്നലെ ഒരു പെണ്ണുകാണന്റെ കേസ് പറഞ്ഞില്ലായിരുന്നോ? അത് ഹരി പറഞ്ഞു. ഓ കോപ്പ്, ഹരി എവിടെ? നിനക്കെന്താണ് മൂഡ് സിങ്സോ? നീ വന്നോ? ജീവ ഈ പെണ്ണ് വീണടാ. നിന്റെ മോന്ത എന്താടാ കടന്നൽ കുത്തിയ പോലെ? എന്താടാ? ഇന്നലെ പപ്പ പറഞ്ഞില്ലേ പെണ്ണ് കാണാൻ പോണെന്ന്. നീ പോകുന്നില്ലാന്നല്ലേ പറഞ്ഞേ? പിന്നെന്തേ? എടാ, അവരിങ്ങോട്ട് കാണാൻ വരുന്നുണ്ടെന്ന്. അത് അവരെല്ലാരും ഇല്ല, ആ പെൺകൊച്ചും പിന്നെ കുറച്ച് ഫ്രണ്ട്സും മാത്രം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്നോട് ചെടിയെല്ലാം കളഞ്ഞ് വൃത്തിയായി നിക്കാൻ പപ്പ നമ്മൾ നിക്കുന്ന ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുള്ളത്. മനുഷ്യന് കേറിക്കുമ്പോ അവന്റെ ഒരു എടി വർഷ ഇവരെ കണ്ടറിഞ്ഞ് ദൈവം കൊടുത്തതാ. നിനക്ക് ഇത് തന്നെ വേണോടാ? എടാ ഹരി, ഇവന്റെ കാര്യത്തിൽ തീരുമാനാക്കാൻ നോക്ക്. മതി മതി. ഭഗവാനെ, കൺട്രോൾ തരണേ. എന്നാ കഴിച്ചോണ്ടിരിക്കാറുണ്ടോ? വന്ന് ക്ലീൻ ചെയ്യ്. ഡി വീട്ടിൽ പൊടി. അയ്യടാ, സീ വരാൻ കിടക്കല്ലേ, അതൊക്കെ പിന്നെ ആര് കാണും? നീ വന്നേ, പുഴയിലൊന്ന് പോയിട്ട് മുങ്ങിയിട്ട് വരാം, ഒന്ന് ക്ലീൻ ആക്കാം. ഹരി, എന്റെ വായിലിരിക്കുന്നത് നീ കേക്കും. എടാ ജീവ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നീ എന്നതായാലൊന്ന് കാണ്. വരുമല്ലേ കൊച്ച്. വാ, വന്ന് വൃത്തിയാക്ക്. എന്നെ ഈ കോലത്തിൽ കണ്ടിട്ട് പിടിക്കുകയാണെ പിടിക്കട്ടെ, അല്ലേ പോട്ടെ. എന്നാ കോപ്പാണേലും എനിക്കൊന്നുമില്ല. ഇപ്പൊ ആരെയും കേട്ടാ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇതിപ്പോ നടത്താൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ തേജസ്വി. ഏത് കാട്ടിലാടി നിന്റെ യോഗക്കാരൻ ഇരിക്കുന്നേ? കുറെ നേരമായല്ലോ വയലെങ്കൊന്നും ഇറങ്ങി കയറുന്നു. പപ്പ ഇത് ഏതിലൂടെയൊക്കെയാ പോകാൻ പറയുന്നേ?
ഇങ്ങോട്ടേക്കാ ലൊക്കേഷൻ കാണിക്കുന്നേ. തേജസ്വി, ഇത് നടക്കില്ല. എനിക്ക് ഈ പ്ലേസ് അത്രയ്ക്ക് സെറ്റ് ആവുന്നില്ല. അതെ, ഞങ്ങൾ വല്ല 5 സ്റ്റാർ ഹോട്ടലൊക്കെയാ പ്രതീക്ഷിച്ചത്. ഇതേത് പട്ടിക്കാട്ടിലാണ് നിന്റെ പപ്പ ലൊക്കേഷൻ അയച്ചിരിക്കുന്നത്? ഓ ഗൈസ്, സ്റ്റോപ്പ് ഇറ്റ്. പപ്പ ഇത് എവിടേക്കാ പറഞ്ഞു തന്നിരിക്കുന്നത്? ഷേ, എന്നെ നാണം കെടുത്താനായിട്ട്. എടി, ഇനിയിപ്പോ ഈ കാടിന്റെ ഉള്ളിൽ വല്ല ഹോട്ടലോ മറ്റോ കാണുമോ? ചിലപ്പോ എസ്തെറ്റിക് പിടിച്ചാണെങ്കിലോ ചെറുക്കൻ. ഓ പിന്നെ, ഈ നാട് നമ്മുടെ നാട്ടിൽ അത്ര ലോങ്ങൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മളറിയാതെ ഇവിടെ ഒരു ഹോട്ടലും കാണൂല. പപ്പ പറഞ്ഞ ഇവിടെ എവിടെയാണ് ഉള്ളതെന്നാ. ഇവിടെയൊക്കെ ആകെ ചെളിയാണല്ലോ. ആകെ സെറ്റ് ചെയ്യുന്നു. എന്തൊരു വെയിലാണ് ഇവിടെ. ഇപ്പൊ ചാനടിക്കും. തേജു, എന്ത് പറ്റി? അയ്യേ, അയ്യേ, നീ എവിടെ നോക്കിയാടി നടക്കുന്നേ? കാല് മുഴുവൻ ചെളിയിൽ ആണ്ടുപോയല്ലോ. ഹരീഷ്, എന്ത് മാറ്റവാ. അങ്ങനെ തന്നെ വേണം. ഇതെന്തൊരു ഡേർട്ടി പ്ലേസാ. വൊമിറ്റ് ചെയ്യാൻ വരുന്നു. ബാഡ് സ്മെല്ലും. നീ വാ, ഇതിപ്പോ ക്ലീൻ ചെയ്യാൻ ഒരു വഴിയില്ല. കുറച്ചുകൂടെ നടന്നു നോക്കാം, ആരെങ്കിലും ഒക്കെ കാണാതിരിക്കില്ല. അവർക്ക് വഴി മനസ്സിലാവോ ജീവ? എങ്ങനെയാണേലും വരുമ്പോ വരട്ടെ, ഞാൻ അതിനകത്ത് നോക്കണം. ഇവന്റെ ഒരു ഈഗോ. നീ പണിക്കിടുന്ന ഷർട്ട് അയച്ചിട്ട് വരുമ്പോട്ട ഷർട്ട് ഇട്ടേ ജീവ. ആ വിയർപ്പിന്റെ നാറ്റെങ്കിലും പോട്ടെ. ആ കൊച്ചെന്ത് വിചാരിക്കും? നീ പറഞ്ഞോട് നിൽക്കാതെ കുത്തിക്കോരാൻ നോക്ക്. ഇവൻ നന്നാവൂല. ഞാൻ എപ്പോഴേ പറഞ്ഞതാ ചുരിദാറൊന്നും ഇടണ്ടെന്ന്. നീലും നല്ല എന്റെ ഡ്രസ്സിൽ പറ്റി. നീ ഒന്ന് അടങ്ങ്. അതാണോടാ? ആ, എനിക്കങ്ങനെ അറിയാനാ. വൃത്തിയായിട്ട സ്ഥലം. ഓ ജീവ, ഇത് തന്നെ തോന്നുന്നു. അതാരാടി? ഓ, തൊഴിലുറപ്പിന് വന്നവരെ മറ്റായിരിക്കും. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. നീ ചോദിക്കും, എനിക്കൊന്നും വയ്യ ഇവരോടൊക്കെ ചോദിക്കാം. ആ ജീവ, അവരിങ്ങോട്ടാ വരുന്നേ. ചോദിക്ക, ആരായിരുന്നു? ഞങ്ങൾ ഒരാളെ കാണാൻ വന്നതാ. ആരെയാ? ദേ, ആ നിൽക്കുന്ന തേജസ്വി. അവളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡിനൊന്ന് കാണാൻ വന്നതാ. ലൈക്ക് പെണ്ണ് കാണൽ. ഓ, അത് നിങ്ങളായിരുന്നോ? അതെ, നിങ്ങൾക്കറിയോ? ബെസ്റ്റ്. ഇത് തന്നെയാ നിങ്ങൾ പറഞ്ഞ ചെറുക്കൻ. വാട്ട്? ഇതോ? നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. ഹേയ്, ഞങ്ങൾക്ക് ആള് മാറിയിട്ടൊന്നുമില്ല കൊച്ചേ. നിങ്ങൾക്ക് ആരും ഇപ്പൊ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടേ, അത് ഞങ്ങൾ പറഞ്ഞിട്ടാ. ഞങ്ങളും ഒരു പെണ്ണിന്റെ കൂട്ടരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അല്ലാതെ ഈ നേരത്ത് പെണ്ണ് കാണാൻ വേറെ ആരും ഈ ഏരിയ കാണൂല കുട്ടി. What the hell are you talking about? നിങ്ങളെന്താ പൊട്ടം കളിപ്പിക്കുകയാണോ? ചേച്ചി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ചേച്ചി, what a cringe people. തേജ, നീ മിണ്ടാതിരി. ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം? ഇത്രയ്ക്ക് വൃത്തികെട്ടവരുടെ കൂടെ പോകാൻ ഞാൻ അത്രയ്ക്ക് നിലവാരം കുറഞ്ഞവളൊന്നുമല്ല. എന്തൊക്കെയാ ചേച്ചി പറയുന്നത്? വർഷ, ചൂടെടുക്കുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തീരുമാനമാക്കാതെ നിന്നാ എങ്ങനെ ശരിയാവും? ആട്ടെ, എന്താ തന്റെ പേര്? ജീവർഷ് ആര്യൻ സിംഹ. ഓക്കെ തേജ, പപ്പയ്ക്ക് കോൾ ചെയ്ത് ചോദിക്കും. അപ്പൊ അറിയാലോ. Wow, he looks so hot. മോളു. പപ്പ, എന്താ അയാളുടെ പേര്? പേരോ? ഓ, പേര് പറയാൻ ഞാനെങ്ങ് മറന്നതാന്നേ. എന്നതായിരുന്നു പേര്? ജീവർഷ് ആര്യൻ സിംഹ. പപ്പ. മോളെ, പപ്പയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. ബൈ. ഹലോ ഹലോ പപ്പ. കൊച്ചിനെ ഇപ്പൊ വിശ്വാസായില്ലേ? Just shut up. നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട് എന്നോട് സംസാരിക്കാൻ? അതിനൊരൽപ്പം നിലവാരം വേണം. എന്റെ പൊന്നടി, ഇതാണ് എന്റെ UK കാരൻ.
എന്തായാലും ഇത്രയും ഗതികെട്ട് വന്ന് ഞങ്ങളെ നീ കാണിച്ചു കൊള്ളാം. UK കാരനോ? അതെ, എന്റെ എല്ലാ എക്സ്പെക്ടേഷൻസും നിങ്ങൾ ഇല്ലാതാക്കി. ഇറ്റ്സ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. അല്ല, എന്താ നിങ്ങളുടെ ജോലി? ഇവൻ അഡ്വ കൈക്കോട്ട് പിടിക്കലോ? വാട്ട്? കൈക്കോട്ട് പിടിക്കൽ മീൻസ് തൊഴിലുറപ്പ് അല്ലെങ്കിൽ ആരുടെയും പറമ്പിൽ വെച്ച് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് ജീവിക്കൽ, ഇതാണോ? ആണേ. അയ്യേ, കുട്ടി അത് എത്ര നാളത്തെ എന്റെ ആഗ്രഹം എന്നറിയോ? ഇത്ര എന്നെ നാണം കെടുത്തിയത് നിങ്ങളാ. എന്റെ സ്റ്റാറ്റസ് എന്താന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കൊന്നും ഇനി അത് സ്വപ്നം കാണാൻ കൂടെ കഴിയില്ല. എന്നിട്ടും എന്റെ മുന്നിൽ ഇത്ര ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുന്ന നിങ്ങളുടെ മൂന്നിലെ തൊലിക്കട്ടി കൊള്ളാം. ചേച്ചി, എന്നെ തൊടല്ലേ. എന്താടി നിന്റെ എച്ചിരി വെറുതെ കൈകൊണ്ട് എന്നെ തൊടാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട്? സംസ്കാരം എന്താന്നറിയോ നിങ്ങക്ക്? അതെങ്ങനാ? അതൊക്കെ പഠിപ്പിക്കണേലേ തന്തക്ക് പറക്കണം. തന്തയില്ലായിരം കാണിച്ച് മോളെ, നിന്റെ പിഴച്ച നാവ് കൊണ്ട് ഒരു അക്ഷരം മൊഴിഞ്ഞോ പിഴുതെറിയും മോളെ. എന്നെ തൊടല്ലേ. എന്നതാടി നാറുന്നുണ്ടോ? അപ്പൊ ജീവിതകാലം മുഴുവൻ ഈ നാട്ടം സഹിക്കേണ്ടി വന്ന എന്നാ ചെയ്യും? വായ അടക്കടി. തേജസ്വി എന്നല്ലായിരുന്നു ഇവളുടെ നെയിം? ജീവർഷാരിന്റെ മനസ്സ് ഇത്ര വട്ടം നടക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. ജീവ, നീ എന്നതൊക്കെ പറയുന്നേ? പറഞ്ഞു തീർന്നില്ലല്ലോ ഹരി. ടോപ്പിക്കിലേക്ക് കടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. എന്നതാടി നിന്റെ അച്ഛന്റെ പേര്? നിന്നോടല്ലേ ചോദിച്ചേ? മുകുന്ദൻ. ഓ, അപ്പൊ തേജസി മുകുന്ദന്റെ അടുത്ത് ചെന്ന് പറഞ്ഞേക്ക് ഒരു കല്യാണം അനൗൺസ് ചെയ്യാൻ. വരൻ ഈ ജീവർഷ് ആര്യൻ സിൻഹ, വധു ഈ തേജസി. How dare you? ഉറപ്പില്ലാത്ത സംസാരം സംസാരിക്കുന്നു. മുകുന്ദന്റെ മോള് തേജസി മുകുന്ദൻ എന്നല്ലേ ഇവളുടെ മുഴുവൻ? അതെ. അപ്പൊ സംസ്കാരമൊക്കെ എനിക്ക് അങ്ങ് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റുമല്ലോ അല്ലേ? അങ്ങനെ തന്നെയൊക്കെ ആര് കിട്ടുന്നടോ? ജീവ കുറ്റമാക്കിയുള്ളൂ. ഇനി മനസ്സിലായില്ലേ? ഒന്നുകൂടെ മനസ്സിലാക്കിയെടുത്തു. സഖാവ് ജീവർഷിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് തേജസി ആയിരിക്കും. തേജസിയുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ ഉണ്ട്, അത് ഈ ജീവർഷു ആയിരിക്കും. കേട്ടോടി പൊന്നം മോളെ. എന്റെ കല്യാണം എന്റെ സമ്മതം കൂടാതെ നടക്കുന്ന എനിക്കൊന്ന് കാണണം. കുറിച്ച് വെച്ചോ, നെക്സ്റ്റ് മന്ത് 19th. ഇവിടെ നിൽക്കുന്ന എല്ലാത്തിനും മുമ്പ് വെച്ച് പറയുക, നിന്റെ കഴുത്തി എന്റെ കൈ കൊണ്ട് കെട്ടിയ താലി കാറ്റിലങ്ങ് ആടി ഉലയും. എനിക്കിവിടെ നിൽക്കാൻ തന്നെ അറപ്പ് തോന്നുന്നു. വർഷേ, എടാ ഹരി, നോക്കടാ അവളുടെ കാലില് ചെളി. ഈ നാട്ടില് നിനക്കുള്ള ആദ്യത്തെ സമ്മാനം. അത് കേട്ടതും ഇതെന്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. അപ്പൊ ചെല്ല, നിന്റെ അച്ഛനെ കാണാൻ ഞാനങ്ങ് വരുന്നുണ്ട്. ഇന്ന് കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന എന്റെ മനസ്സ് ഈ നല്ല സ്വഭാവം കണ്ടപ്പോ അങ്ങ് ഇളകി മറിഞ്ഞേ. ചാണകം തേപ്പിയ വീട്ടിൽ ഞാൻ ആക്രി വർക്കി കിട്ടിയ ക്യാഷ് കൊണ്ട് ഉണ്ടാക്കിയ പൊടിയരിക്കണി നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിക്കടി. ഓ, നിന്നെ ഞാൻ കാണിക്കാലോ. എടാ ഹരിയെ, നിനക്ക് മണക്കുന്നുണ്ടോ? അത് നല്ല പച്ചച്ചാണക, ഫ്രഷ്. അപ്പുറത്തെ പറമ്പിൽ കാണും ചാണകക്കുഴി, നമ്മക്ക് അതുകൂടെ കോരി കൊണ്ടോ. ജീവ, നീ എന്തൊക്കെ മണ്ടത്തരം അവിടെ വിളിച്ചു പറഞ്ഞേ? മണ്ടത്തരോ? ഇതെങ്ങനെ മണ്ടത്തരാന്ന്? ജീവ, ഇത് കുഞ്ഞുകളിയല്ല. നീ സീരിയസ് ആയി പറഞ്ഞതാണോ അതോ പെണ്ണിനെ വരട്ടാൻ വേണ്ടി? ഹോയ്, ചുമ്മാ പറഞ്ഞ നീ പറഞ്ഞ പോലെ ഇത് കുഞ്ഞുകളിയൊന്നുമല്ലല്ലോ. ജീവ, നീ നിന്റെ ലൈഫ് വെച്ചാ കളിക്കുന്നേ. കാര്യം പറയടാ ജീവ, നീ ഇതെന്ത് കളിക്കുക?
അച്ഛനെ വിളിച്ച് പറയുന്നു. എനിക്ക് വേറെ കല്യാണം നോക്കണ്ട, ഞാനിത് ഫിക്സ് ചെയ്തു എന്ന് പറയാൻ. ജീവ, ആ പെണ്ണിനെ കിട്ടുന്നതിലും ഭേദം നീ സാവുന്നതാ. അത്രയ്ക്ക് ഭേദമാണോന്ന് തൽക്കാലം ജീവ ആഗ്രഹിക്കുന്നില്ല. നീ ഇതെന്തൊക്കെയാണോ വിചാരിച്ചു വെച്ചേക്കുന്നേ? പകവോക്കൽ. യഥാർത്ഥ തന്തയിലായിരം എന്നതാന്ന് കാണിച്ചു കൊടുക്കാൻ, സംസ്കാരം എന്നതാന്ന് പഠിപ്പിക്കാൻ. ജീവ, ഒരു പകപോക്കലും വെച്ച് നീ നിന്റെ ലൈഫ് തന്നെ എന്നാത്തിന് ഇല്ലാതാക്കുന്നേ. അവളുടെ സംസാരം നോക്ക്, ഇതൊക്കെ ഒരു പരിധി വരെ പോകത്തുള്ളൂ ജീവ. ഹലോ വീരസിംഹ മന്നാടിയാരെ. ഓ, ഒരു സാധനം വെച്ചോടത്ത് കാണൂല. ഹെടി കാർത്തികേ. ഹേ, എന്തോ? ഹെടി ഇവിടെവിടെ? എന്നതാ മനുഷ്യ? ഓ, ഈ മാളികയുള്ളൊന്ന് വിളിച്ചാലും കേൾക്കൂല. ഡീ എന്തോ? എന്താ ഏട്ടാ? നിങ്ങള് കാര്യം പറ മനുഷ്യ. നിക്ക് ശ്വാസം നേരെ വിടട്ടെ. എന്താ ഏട്ടാ കാര്യം പറ. നിന്റെ മോൻ കെട്ടാൻ സമ്മതിച്ചെന്ന്. ആരുടെ കെട്ട്? ഓ കഴുതേ, അവന്റെ കെട്ട്. ഏട്ടാ സത്യാണോ? ലവനിപ്പോ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ കാർത്തേ. ഹാ? അവനിനി വേറെ പെണ്ണു നോക്കണ്ട, അവനെ കാണാൻ വന്നാളെ തന്നെ മതിയെന്ന്. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യ ഏട്ടാ. എന്റെ മോനൊന്ന് വേഗം വന്നാ മതി. എന്നാലും പെട്ടെന്ന് എന്ത് പറ്റി? സാധാരണ ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്. നിങ്ങൾ ഇനി ഓരോന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ എന്റെ മോൻ വരുമ്പോഴേക്കും പാൽപ്പായസം ഉണ്ടാക്കട്ടെ. കാര്യമായിട്ട് എന്തുകൊണ്ട്? ഇന്ന് രാവിലെ കൂടെ ചോദിച്ചിട്ട് അവന് പറ്റില്ലെന്നല്ലേ പറഞ്ഞേ. പെട്ടെന്ന് തീരുമാനം മാറ്റാൻ. എന്നതായാലും ഹരി ഒന്ന് വിളിച്ചു നോക്കാം. സോ തേജസി, ഒറ്റയടിക്ക് നീ എന്റെ അടിവേരങ്ങ് ഇളക്കി. നിന്നെ കൈക്കലാക്കാൻ എനിക്ക് ആരുടെ സമ്മതം വേണ്ട. ജീവക്കൊറ്റ വാക്കേ നീ ഇവിടെ കിടന്നുണ്ടാക്കിയ ഓരോ വാക്കിനും പകരം പറയിപ്പിക്കൂടി. എന്റെ യഥാർത്ഥ നിലവാരം വെച്ച് കമ്പയർ ചെയ്യണേ. നീ ഒന്നുകൂടെ പിറക്കണം തേജസ്വി മുകുന്ദൻ. നിന്റെ ജീവിതം അത് ഇനി സഖാവ് ജീവർഷ് ആര്യൻ സിംഹയുടെ കയ്യിലാണ്. തേജ, നീ എന്താ ഈ കാണിക്കുന്നേ? നിർത്തിക്കേ. എന്തിന്? ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ? മനുഷ്യ, നിങ്ങളൊന്ന് സംസാരിച്ചേ. എന്തറിഞ്ഞിട്ടാ നിങ്ങൾ എല്ലാവരും എന്നെ കെട്ടിക്കാൻ നടക്കുന്നേ? നിങ്ങൾക്കറിയുന്നതല്ലേ എന്റെ ടേസ്റ്റ്, പിന്നെ എന്നാത്തിനാ? പപ്പയ്ക്കൊന്നും പറയാനില്ലേ ഇപ്പോ? ഇനിയെല്ലാം അറിഞ്ഞോട് ചെയ്തതാണോ? അതെ, അറിഞ്ഞോട് ചെയ്തു തന്നെയാ. എന്താ പപ്പ? നിന്റെ സ്വഭാവം വെച്ച് നിനക്ക് തന്നൊരു പണിയായത്. പപ്പ, യു ആർ ടെസ്റ്റിംഗ് മൈ പേഷ്യൻസ്. നിന്റെ സ്വഭാവം നന്നാവാനേ ഇതൊക്കെ. ഒരു ദരിദ്രവാസിക്ക് കെട്ടിച്ചു കൊടുത്താ എന്റെ സ്വഭാവം നേരെയാവോ? നീ അവനെ കണ്ടതല്ലേ, എന്നിട്ട് മോക്കെന്ത് തോന്നി? ഏറെക്കുറെ അവിടെ നടക്കുന്നത് ഞാൻ ഇമാജിൻ ചെയ്തതാ. പപ്പ, എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ എന്നെ നാണം കെടുത്തി. എന്റെ വില ഇല്ലാതായി. ഈ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇത്രയും കാലം ഞങ്ങൾ എങ്ങനെയാണോ നോക്കിയത് അതേപോലെ ഇതുവരെ പോറ്റി വളർത്തിയതിന് നീ തന്ന സമ്മാനങ്ങളില്ലേ? മോളെ, പ്ലീസ് സ്റ്റോപ്പ് ദിസ് പപ്പ. നിങ്ങൾക്ക് എങ്ങനെ ഇതെന്നോട് ചെയ്യാൻ തോന്നി? ഇന്നെന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എത്രത്തോളം ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടെന്ന് പപ്പയ്ക്ക് അറിയോ? എന്റെ നിലയും വരെ അറിഞ്ഞുകൊണ്ട് പപ്പ എന്നെ... മോളെ, പപ്പ നിന്റെ നല്ലതിന് വേണ്ടിയാ. ഒന്ന് പോകൂ. കുറെ അറപ്പ് തോന്നുന്ന വർഗങ്ങൾക്ക് സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കുന്ന ഒരേ ഒരു തന്ത. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു തീരുമാനമേ ഉള്ളൂ. ഞാൻ സമ്മതിക്കില്ല. ഒരു പിച്ചക്കാരൻ എന്നെ കെട്ടിച്ചു കൊടുക്കുന്ന പപ്പ സ്വപ്നം കാണണ്ട. ഈ നഗരത്തിൽ തന്നെ തല ഉയർത്തി നിൽക്കുന്ന വീട് നമ്മുടെയാ. അങ്ങനത്തെ വീട്ടിൽ നിന്നും ഒരു സെറ്റക്കുട്ടിലോട്ട് പറഞ്ഞു വിടാന്ന് പപ്പ വിചാരിക്കണ്ട. ജീവർഷ് ആര്യൻ